വെൽക്കം ടു ഈസി ടിപ്സ് കിച്ചൺ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ചെറുപയർ പരിപ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്നങ്ങോട്ട് വറുത്തെടുക്കുക. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്നങ്ങോട്ട് ചൂടായി കിട്ടിയാൽ മതി. നമ്മളിതിലേക്ക് എണ്ണയോ പിന്നെ അതുപോലെ തന്നെ നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടായി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിനി പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചൂട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. ശേഷം ഇതിലേക്ക് ഒരു 4 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 തേങ്ങ ചിരണ്ടിയിട്ട് അത് ഏകദേശം ഒരു 4 കപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പാലെടുക്കുകയാണ്. 1ാം പാൽ 1 കപ്പും 2ാം പാൽ ഒരു 4 കപ്പും ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം ഒക്കെ ഏകദേശം നന്നായിട്ട് അങ്ങോട്ട് വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നുള്ളു ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ഇവിടെ ഞാനൊരു 300 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ശർക്കര എടുക്കുന്ന സമയത്ത് നല്ല കറുത്ത ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിനൊരു പ്രത്യേക കളർ ഉണ്ടാവും. ഇത് ഒന്നാകെ ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് എടുക്കണം. ശർക്കരപ്പാനി നമ്മുടെ ചെറുപയർ പരിപ്പിലേക്ക് പിടിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ 1 കപ്പ് 1ാം പാൽ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1ാം പാൽ ചേർത്ത ശേഷം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ നെയ്യൊന്ന് മെൽറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് 10 കാഷ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുതിരയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സായി കൊടുക്കാം. അപ്പം ഇത് തണുക്കും തോറും ഇത് കുറച്ചും കൂടെ തിക്കായിട്ട് വരും. അതിനനുസരിച്ചാണ് ഞാനിവിടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. അതും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. മിസ് ചെയ്യാണ്ട് കാണാനും പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.